Hi all, welcome back. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായാലും റെഫർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലായാലും എക്സസൈസ് ക്വസ്റ്റ്യൻസിലായാലും ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾ സ്റ്റക്ക് ആവും. അപ്പോൾ സ്റ്റക്ക് ആവാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ട്രിഗോ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് എക്സ് when x belongs to closed interval -1 1 and sin inverse of sin x equals x when x belongs to closed interval -π/2 π/2. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഇപ്പോൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവുക? f from x to y ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഒരു ഫംഗ്ഷൻ g എക്സിസ്റ്റ് ചെയ്യണം ഫ്രം y ടു എക്സ്. പിന്നെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്താണ്? ഇപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടണം. അതേപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടണം. പിന്നെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതേപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഞാൻ ഈ കോമ്പോസിഷന് പകരം ഓഫ് എന്ന് എഴുതാണ് കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇനി നമുക്ക് സൈനിന്റെ കേസ് നോക്കാം. അപ്പൊ സൈൻ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക? സൈൻ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ബൈ ഡെഫിനിഷൻ. അപ്പൊ അതാണ് നമ്മുടെ സൈൻ ഇൻവേഴ്സ് അല്ലെ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇസ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ടു ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2. പിന്നെ അത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ ജിയുടെ ഭാഗത്ത് സൈൻ ഇൻവേഴ്സ് ആണ്, എഫിന്റെ ഭാഗത്ത് സൈൻ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് എഫ് എന്താണ്? സൈൻ ആണ് അല്ലെ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ ഈ എക്സ് എവിടത്തെ ആയിരിക്കും? ഈ എക്സ് എന്ന് പറയുന്നത് ഈ സൈനിന്റെ ഡൊമൈനിലത്തെ വാല്യൂ ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്താ? എഫ് ഓഫ് ജി ഓഫ് വൈ അല്ലെ. എഫ് എന്ന് പറയുന്നത് ഇവിടെ സൈൻ ആണ്. അപ്പൊ സൈൻ ഓഫ് ജി എന്താണ്? സൈൻ ഇൻവേഴ്സ് അല്ലെ. അപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ. വൈ എവിടുത്തെ എലിമെന്റ് ആയിരിക്കും? സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനിലത്തെ വാല്യൂ ആയിരിക്കും. അപ്പോൾ വൈ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടിയിട്ടുള്ളത്. ഇനി ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണ് പ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ സൈൻ എക്സിനെ വൈ ആയിട്ട് എടുക്കാം. അപ്പൊ സൈൻ എക്സ് ഈക്വൽസ് വൈ എന്ന് കിട്ടും. എന്നിട്ട് സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് കിട്ടും. ആൻഡ് ഈ വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് നമ്മൾ സൈൻ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് കിട്ടി അല്ലെ. എക്സ് ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് ഈ വൈയുടെ ഭാഗത്ത് നമ്മൾ സൈൻ എക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി അല്ലെ. എക്സ് ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് കിട്ടി. ഇത്രയ്ക്കും സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് വൈ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞാലും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് എക്സ് എന്ന് എടുക്കുക. സൈൻ ഇൻവേഴ്സിനെ എങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽസ് സൈൻ എക്സ് എന്നാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽസ് സൈൻ ഈ എക്സിന്റെ ഭാഗത്ത് എക്സ് എന്താ? സൈൻ ഇൻവേഴ്സ് വൈ ആണ് അല്ലെ. അപ്പൊ എക്സിന്റെ ഭാഗത്ത് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കോസിന്റെ കേസ് നോക്കാം. അപ്പൊ കോസിന്റെ കേസിൽ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് എക്സ് when x belongs to closed interval -1 1 and cos inverse of cos x equals x when x belongs to closed interval 0 π. അപ്പൊ ഇത് കിട്ടിയത് നമ്മൾ സൈനിന്റെ കേസിൽ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് കോസിന്റെ കേസും. ഇപ്പൊ കോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെയാണ് ഇൻവേർട്ടിബിൾ? കോസ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ 0 π ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1.
1 ആണ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എവിടെ നിന്നായിരിക്കും? കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1 1ൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈയിലേക്കായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ബൈ ഡെഫിനിഷൻ അത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതെന്താണ്? കോസ് കോമ്പോസിഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും അല്ലെ. കോസ് കോമ്പോസിഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അപ്പൊ ഈ എക്സ് എവിടെ ബിലോങ് ചെയ്യും? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. അതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് കോമ്പോസിഷൻ കോസ് എക്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. എക്സ് എവിടെ ബിലോങ് ചെയ്യും? കോസ് ഇൻവേഴ്സ് കോമ്പോസിഷൻ കോസ് എക്സ് ആണ്. അപ്പൊ എവിടെ ബിലോങ് ചെയ്യും? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈ. ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ഇവിടെ നമുക്ക് കോമ്പോസിഷനെ മാറ്റിയിട്ട് ഓഫ് ആക്കാനായിട്ട് പറ്റും. എന്താ കാരണം? നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലെ. ഡെഫിനിഷൻ വെച്ച് നമുക്ക് അറിയണതാണ്. അപ്പൊ ഈ കോമ്പോസിഷന് പകരം നമുക്ക് ഓഫ് ആക്കി മാറ്റാം. ഈ പ്രോപ്പർട്ടി ആണ് ഇവിടെയും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ടാന്റെ കേസും. ഇപ്പൊ ടാന്റെ കേസും ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് എക്സ് when x belongs to R, and tan inverse of tan x എന്താണ്? that is x when x belongs to open interval -π/2 π/2. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൊസീക് എക്സിന്റെ കേസ് ആയാലും സീക് എക്സിന്റെ കേസ് ആയാലും കോട്ട് എക്സിന്റെ കേസ് ആയാലും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് കൊസീക് ഇൻവേഴ്സ് എക്സ് is equal to sin inverse 1/x when mod x is greater than or equal to 1. നമുക്കറിയണതാണ് കൊസീക് എക്സ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് 1/sin x ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻവേഴ്സിന്റെ കേസ് ആണല്ലോ ഡിസ്കസ് ചെയ്യണത്. അപ്പൊ കൊസീക് ഇൻവേഴ്സ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് 1/x ആണ്. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. ഈ രണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഈക്വൽ ആവണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ? മോഡ് എക്സ് എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഈ മോഡ് എക്സിന് നമുക്ക് പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ പ്ലസ് ഓർ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ബ്രാഞ്ച് കിട്ടി. അതെന്താ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കേസിൽ നമുക്ക് മൈനസിനെ കളയാം. അപ്പൊ എന്ത് ചെയ്യാ? രണ്ട് ഭാഗത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പൊ ഇതിലൊന്നും സംശയമില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ +1 ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. മൈനസ് ഓഫ് മൈനസ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് പകരം ഇങ്ങനെയും എഴുതാം. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാലും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. ഇനി ഇയാളിനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ നമ്പർ ലൈനിൽ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ 1 ഇവിടെ -1. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 ഇൻക്ലൂഡഡ് ആണ് ആൻഡ് 1നെക്കാട്ടും വലിയ നമ്പേഴ്സ് ഒക്കെ വരും അല്ലെ. ഇതാണ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -1 ഇൻക്ലൂഡഡ് ആണ്. എന്താ വെച്ചാൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടല്ലോ. പിന്നെ -1നെക്കാട്ടും ചെറിയ നമ്പേഴ്സ് അതായത് ഈ ഭാഗമൊക്കെ വരും അല്ലെ. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മുടെ എക്സ് വാല്യൂസ് ലൈ ചെയ്യണത്. ഇപ്പൊ ഇവിടെ ഒന്നും എക്സ് വാല്യൂസ് ലൈ ചെയ്യണില്ല അല്ലെ. അപ്പൊ ഇയാളിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. അപ്പൊ ഇങ്ങനെയും എഴുതാൻ പറ്റും അല്ലെ. എക്സ് എന്ന് പറയുന്നത് ഈ പോർഷനിൽ മാത്രമാണ് ഇല്ലാത്ത. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും എക്സ് ഡിഫൈൻഡ് ആണ് അല്ലെ. അപ്പൊ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. അപ്പോൾ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. അപ്പോൾ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1
ഓർ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 എന്ന് എഴുതാം. ഈ 3 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഈക്വൽ ആവണമെങ്കിൽ ഈ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ആർ മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 ഉണ്ടാവണം. അതായത് ഇപ്പൊ ലൈൻ വരയ്ക്കാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ -1 ഇവിടെ 1, ഈ പാർട്ടിലൊക്കെയാണ് എക്സ് ലൈ ചെയ്യണത് അല്ലെ. ഇവിടെയൊന്നും ഈ ഭാഗത്ത് എക്സ് ലൈ ചെയ്യണില്ല. അപ്പൊ നമ്മൾ എടുക്കണ എക്സ് വാല്യൂ ഈ ഓപ്പൺ ഇന്റർവെലിന്റെ ഉള്ളിലാണ് ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യില്ല. ഇപ്പൊ എക്സ് ഈക്വൽസ് -1/2 എടുത്തു എന്ന് വിചാരിക്കുക, അത് ഇവിടെയാണ് ലൈ ചെയ്യുക അല്ലെ. നിങ്ങൾ ഈ എക്സിന്റെ ഭാഗത്തൊക്കെ -1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യില്ല, ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിനോട് ഈക്വൽ ആവണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആയിരിക്കണം, നിർബന്ധമാണ്. ഇതേപോലെ തന്നെ നമുക്ക് സീക്കിന്റെ കേസിൽ പറയാം. ഇപ്പൊ സീക്ക് ഇൻവേഴ്സ് എക്സ് എന്താണ്, ദാറ്റ് ഇസ് കോസ് ഇൻവേഴ്സ് 1/x. ഇപ്പൊ ഇവിടെയും കണ്ടീഷൻ ഉണ്ട്, മോഡ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. ഇനി കോട്ടിന്റെ കേസ് പറയാന്ന് വെച്ചാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് is equal to tan inverse 1/x. ഈ രണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഈക്വൽ ആവണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പൊ ഞാൻ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് വൺ കൊസീക് ഇൻവേഴ്സ് എക്സിനെ y ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, LHS നെ y ആയിട്ട് എടുത്തു. നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽസ് കൊസീക് y ആയിട്ട് കിട്ടും അല്ലെ. കൊസീക് ഇൻവേഴ്സിനെ എങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പൊ നമുക്ക് എക്സ് ഈക്വൽസ് കൊസീക് y ആയിട്ട് കിട്ടും. അപ്പോൾ കൊസീക് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/sin y എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽസ് 1/sin y എന്ന് കിട്ടി. ജസ്റ്റ് ക്രോസ് ചെയ്യുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് സൈൻ വൈ, എക്സ് ഇൻറ്റു സൈൻ വൈ ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സൈൻ വൈ എന്തായിരിക്കും, സൈൻ വൈ ഈക്വൽസ് 1/x. ഞാൻ സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, y ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് 1/x. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പോൾ y എന്തായിരുന്നു, y എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. ഈ വൈയുടെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൊസീക് ഇൻവേഴ്സ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, കൊസീക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. ഇതാണ് പ്രൂഫ്. ഇതേപോലെ തന്നെയാണ് സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ കേസും അതേപോലെ കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ കേസും ഇതേപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് തേർഡ് പ്രോപ്പർട്ടി നോക്കാം. ഈ തേർഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. നമ്മൾ +1 പഠിച്ച പോലെ തന്നെ സൈൻ -x എന്തായിരുന്നു, ദാറ്റ് ഇസ് മൈനസ് സൈൻ എക്സ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ സൈൻ ഇൻവേഴ്സ് -x എന്താണ്, ദാറ്റ് ഇസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ എക്സ് എവിടെ ബിലോങ് ചെയ്യുക, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. പിന്നെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു കൊസീക്ക്, കൊസീക്ക് -x എന്താണ്, ദാറ്റ് ഇസ് മൈനസ് കൊസീക്ക് എക്സ് എന്ന്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും, കൊസീക്ക് ഇൻവേഴ്സ് -x എന്താണ്, ദാറ്റ് ഇസ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ആൻഡ് കൊസീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താ, ദാറ്റ് ഇസ് r മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1 അല്ലെ. x belongs to r minus open interval -1 1. നിങ്ങൾ +1 tan of -x എന്താ പഠിച്ചേ, that is minus tan x അല്ലെ. അതേപോലെ ഇവിടെ എന്ത് വരും, tan inverse -x is equal to minus tan inverse x where x belongs to real numbers അല്ലെ. tan inverse ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് -x ഈക്വൽസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -x ഞാൻ y ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -x ഈക്വൽസ് സൈൻ y ആയി മാറും. സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ ആയി മാറും. അപ്പൊ -x ഈക്വൽസ് സൈൻ y. ഇനി രണ്ട് ഭാഗത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മൈനസ് ഇങ്ങോട്ട് കൊടുത്താലും മതി. ഞാൻ രണ്ട് ഭാഗത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, x ഈക്വൽസ് മൈനസ് സൈൻ y. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ -x എന്താണ്, ദാറ്റ് ഇസ് മൈനസ് സൈൻ എക്സ് അല്ലെ. ഇവിടെ ഉള്ളത് മൈനസ് സൈൻ y ആണ് അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സൈൻ -y.
അപ്പോൾ നമുക്ക് ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ മൈനസ് വൈ. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽസ് സൈൻ മൈനസ് വൈ എന്നാണ്. അപ്പോൾ സൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് മൈനസ് വൈ. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ രണ്ട് ഭാഗത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് വൈ എന്ന് കിട്ടും. അപ്പോൾ വൈ എന്തായിരുന്നു? വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആയിരുന്നു. അപ്പോൾ ഈ വൈയുടെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ നമുക്ക് ഫോർത്ത് പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ കോസ് മൈനസ് എക്സ് ഉണ്ടായിരുന്നു. കോസ് മൈനസ് എക്സ് ഇസ് കോസ് എക്സ് അല്ലേ. ഇനി മൈനസ് കോസ് എക്സ് ഉണ്ടായിരുന്നു. മൈനസ് കോസ് എക്സ് ഇസ് കോസ് പൈ മൈനസ് എക്സ്. ഇതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻവേഴ്സിന്റെ കേസ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു കോസ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ. ഇപ്പോൾ കോസ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്താണ്? ദാറ്റ് ഇസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് സീക്ക് ഇൻവേഴ്സ്. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്താ? റിയൽ നമ്പേഴ്സ് മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. ഇനി ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് കോട്ട് അല്ലേ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്താ? റിയൽ നമ്പേഴ്സ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിനെ നമ്മൾ വൈ ആയിട്ട് എടുക്കാം. കോസ് ഇൻവേഴ്സിനെ എങ്ങോട്ട് കൊണ്ടുപോവുക? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് ഈക്വൽസ് കോസ് വൈ. ഇനി എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് മൈനസ് എക്സ് എന്താണ്? എക്സ് ആണ്. എക്സ് ഈക്വൽസ് മൈനസ് കോസ് വൈ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മൈനസ് കോസ് എക്സ് ഈക്വൽസ് കോസ് പൈ മൈനസ് എക്സ്. അപ്പോൾ മൈനസ് കോസ് വൈ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് പൈ മൈനസ് വൈ അല്ലേ. അപ്പം ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് പൈ മൈനസ് വൈ കിട്ടി. എക്സ് ഈക്വൽസ് കോസ് പൈ മൈനസ് വൈ എന്ന് കിട്ടി. ഇനി കോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് പൈ മൈനസ് വൈ. ഇനി മൈനസ് വൈനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ആയി മാറും. മൈനസ് വൈ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് വൈ ആയി മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ. അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ ഈക്വൽസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലെ. വൈ ഈക്വൽസ് പൈ മൈനസ്, അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആയി മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ ഈക്വൽസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ്. ഈ വൈയുടെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതേപോലെ തന്നെയാണ് സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ കേസും അതേപോലെ കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ കേസും ഇതേപോലെ തന്നെയാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഫിഫ്ത്ത് പ്രോപ്പർട്ടി ആണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് പൈ ബൈ 2 and x belongs to where x belongs to closed interval -1 1. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് പൈ ബൈ 2. എക്സ് എവിടെ ലൈ ചെയ്യുക? സൈൻ ഇൻവേഴ്സിന്റെയും കോസ് ഇൻവേഴ്സിന്റെയും ഡൊമെയിനിൽ. ഈ രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡൊമെയിൻ സെയിം തന്നെയാണല്ലോ, -1 1 തന്നെയാണ്. ഇതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് പൈ ബൈ 2. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എവിടെയായിരിക്കും? ടാൻ ഇൻവേഴ്സിന്റെയും കോട്ട് ഇൻവേഴ്സിന്റെയും ഡൊമെയിൻ എന്താണ്? 6 ആണ് അല്ലേ. കിട്ടും. ഇതേപോലെ തന്നെ കൊസീക്ക്
cosec inverse x plus sec inverse x എന്തായിരിക്കും? That will be equal to pi by 2 and x belongs to എവിടെയായിരിക്കും? cosec inverse-നും sec inverse-നും ഡൊമെയിൻ എന്താണ്? r മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 1 1. അല്ലെങ്കിൽ ജസ്റ്റ് ഇതിന് പകരം mod x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിഫ്ത്ത് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഒരെണ്ണം പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് പൈ ബൈ 2 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള ഈ റിസൾട്ട് അറിയണം. അപ്പോൾ സൈനിനെ കോസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? നമുക്കറിയാം സൈൻ എക്സ് ഈക്വൽസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ആണ്. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതറിഞ്ഞാലാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് വൈ എന്ന് എടുക്കുകയാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ സൈൻ ഇൻവേഴ്സിനെ എങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽസ് സൈൻ വൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സൈൻ എക്സിനെ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ സൈൻ വൈ എന്തായിരിക്കും? ദറ്റ് വിൽ ബി കോസ് പൈ ബൈ 2 മൈനസ് വൈ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഇസ് കോസ് പൈ ബൈ 2 മൈനസ് വൈ. നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽസ് കോസ് പൈ ബൈ 2 മൈനസ് വൈ. ഇനി എന്ത് ചെയ്യണം? കോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് പൈ ബൈ 2 മൈനസ് വൈ. ഇനി മൈനസ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. മൈനസ് വൈ ഈക്വൽസിന് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് വൈ ആയി മാറും. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇനി വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈയുടെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടും കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് പൈ ബൈ 2. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഈ രണ്ട് പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ where xy is less than 1. ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ വൈന് പകരം മൈനസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് മൈനസ് വൈ. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ ആയി മാറും ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൈ. ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയി മാറും. അപ്പോൾ നമുക്ക് താഴെ എന്ത് കിട്ടും? 1 പ്ലസ് എക്സ് വൈ വേർ എക്സ് ഇൻറ്റു മൈനസ് വൈ ഇസ് ലെസ് ദാൻ 1. ഇയാളുടെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് ഇൻറ്റു മൈനസ് വൈ ഇസ് ലെസ് ദാൻ 1. അതായത് മൈനസ് എക്സ് വൈ ഇസ് ലെസ് ദാൻ 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ മൈനസ് 1. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബോത്ത് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ -1. ഇവിടെ നമുക്ക് എഴുതാം എക്സ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ -1. ഇതാണ് നിങ്ങളുടെ 6th പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണ് പ്രൂവ് ചെയ്യാം. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ എ ആയിട്ട് എടുക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് എ ആൻഡ് ടാൻ ഇൻവേഴ്സ് വൈനെ ബി ആയിട്ട് എടുക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ബി. അപ്പം ഇതിൽ നിന്ന് എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽസ് ടാൻ എ. ടാൻ ഇൻവേഴ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽസ് ടാൻ എ എന്ന് കിട്ടും. അതേപോലെ ഇവിടെ വൈ എന്ത് കിട്ടും? വൈ ഈക്വൽസ് ടാൻ ബി. ഇപ്പം മുമ്പ് ചെയ്ത പോലെ തന്നെ ടാൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ +1 ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി.
ഇവിടെ ടാൻ എ എന്താ? ടാൻ എ എന്ന് പറയുന്നത് ടാൻ എ ഇസ് എക്സ്, ടാൻ ബി ഇസ് വൈ അല്ലേ? ഈ ടാൻ എയുടെ ഭാഗത്ത് എക്സും ടാൻ ബിയുടെ ഭാഗത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ താഴെ നോക്കാന്ന് വെച്ചാൽ ഈ ടാൻ എയുടെ ഭാഗത്ത് എക്സും ടാൻ ബിയുടെ ഭാഗത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇനി ഈ ടാൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇനി എ എന്താണ്? എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ആണ്. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എയുടെ ഭാഗത്ത് ടാൻ ഇൻവേഴ്സ് എക്സും ബിയുടെ ഭാഗത്ത് ടാൻ ഇൻവേഴ്സ് വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ +1 പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഈ പ്രോപ്പർട്ടിയും സോൾവ് ചെയ്യുക. ഇവിടെ നോക്കി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് മൈനസ് വൈ. നമ്മളൊരു പ്രോപ്പർട്ടി ഇപ്പോൾ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ? ടാൻ ഇൻവേഴ്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇയാളിന് പകരം മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ അത് ഇതാണ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ +1 പഠിച്ച ടാൻ എ മൈനസ് ബി യൂസ് ചെയ്യേണ്ടി വരും. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഇവിടെ ഒന്നും ഒരു മാറ്റം വരില്ല. ഇവിടെ എന്ത് വരും? ടാൻ എ മൈനസ് ബി നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടാൻ എ മൈനസ് ബി എന്താണ്? ദാറ്റ് ഇസ് ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. നമ്മൾ മുമ്പ് ചെയ്ത പോലെ ടാൻ എക്ക് എക്സും ടാൻ ബിക്ക് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ എ മൈനസ് ബി ഈക്വൽസ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. അപ്പോൾ ടാനിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എ മൈനസ് ബി ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് വരും. അപ്പോൾ എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് വരും. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ലാസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം വെൻ മോഡ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതേപോലെ തന്നെ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതേപോലെ തന്നെ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം വെൻ എക്സ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 3 നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ y ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽസ് ടാൻ വൈ. നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഈ എക്സിന്റെ ഭാഗത്തൊക്കെ ടാൻ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 ഇൻറ്റു ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ വൈ സ്ക്വയർ. അപ്പോൾ ടാൻ വൈ ഹോൾ സ്ക്വയർ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ. നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? 2 ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ ആണ്. അപ്പോൾ ഇയാൾ എന്താ? ഇയാൾ എന്ന് പറയുന്നത് സൈൻ 2y ആണ്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈൻ 2 തീറ്റ? ദാറ്റ് ഇസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടാൻ്റെ ടേംസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ.
ഇവിടെ തീറ്റേന്റെ ഭാഗത്ത് എന്താണ് y ആണ്. അപ്പോൾ ഇയാളിന് എന്ത് ചേഞ്ച് വരിക sin 2y ആയി മാറും അല്ലെ. അപ്പൊ ഇയാളിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും sin 2y എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു sin ഇൻവേഴ്സ് sin 2y. ഇവിടെ പഠിച്ചിട്ടുണ്ട് sin ഇൻവേഴ്സ് sin തീറ്റ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ അല്ലെ. sin ഇൻവേഴ്സ് sin x എന്ന് പറയുന്നത് ദാറ്റ് ഈസ് x ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിന്റെ ഭാഗത്ത് എന്താണ് 2y ആണ് അല്ലെ. അപ്പൊ sin ഇൻവേഴ്സ് sin 2y എന്തായിരിക്കും that will be equal to 2y. So that is equal to 2y. അപ്പോൾ y എന്താണ് y എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x ആണ്. ഈ yയുടെ ഭാഗത്ത് tan ഇൻവേഴ്സ് x എന്ന് എഴുതാം. പ്രൂവ് ചെയ്തു 2 tan ഇൻവേഴ്സ് y is equal to sin ഇൻവേഴ്സ് 2x by 1 plus x square. Next one is 2 tan inverse x is equal to cos inverse 1 minus x square by 1 plus x square. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ tan inverse xനെ y ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും this implies x equals tan y. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുക that is cos inverse 1 minus x square by 1 plus x square. ഇവിടെ എക്സിന്റെ ഭാഗത്തൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക tan y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും cos ഇൻവേഴ്സ് 1 മൈനസ് tan സ്ക്വയർ y ബൈ 1 പ്ലസ് tan സ്ക്വയർ y. ഇതെന്താണ് 1 മൈനസ് tan സ്ക്വയർ y ബൈ 1 പ്ലസ് tan സ്ക്വയർ y എന്താണ് ദാറ്റ് ഈസ് cos 2y. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് 1ൽ cos 2 തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് tan സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ. അപ്പം നമ്മൾ ഇയാളിന് പകരം എന്ത് എഴുതി cos 2y എന്ന് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് cos 2y. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് cos ഇൻവേഴ്സ് cos x എന്ന് പറയുന്നത് x ആണ്. അപ്പം ഇവിടെ എക്സിന്റെ ഭാഗത്ത് 2y ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. അപ്പോൾ y എന്താ y എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം tan ഇൻവേഴ്സ് x. നമുക്ക് എന്ത് കിട്ടി 2 tan ഇൻവേഴ്സ് x is equal to cos ഇൻവേഴ്സ് 1 മൈനസ് x സ്ക്വയർ ബൈ 1 പ്ലസ് x സ്ക്വയർ. അപ്പോൾ 2 tan ഇൻവേഴ്സ് x ഈക്വൽസ് tan ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് x സ്ക്വയറിന് പ്രൂവ് ചെയ്യാം. tan 2 തീറ്റ എന്താണെന്ന് അറിയണം. അപ്പോൾ tan 2 തീറ്റ എന്താണ് ദാറ്റ് ഇസ് 2 tan തീറ്റ ബൈ 1 മൈനസ് tan സ്ക്വയർ തീറ്റ. അപ്പം ഇത് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ tan ഇൻവേഴ്സ് എക്സിനെ നമ്മൾ y ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും x വിൽ ബി tan y. ഇനി പ്രോപ്പർട്ടി ഇവിടെ എഴുതാം tan 2y എന്തായിരിക്കും tan 2y is equal to 2 tan y by 1 minus tan square y. But tan y എന്താണ് tan y is x അല്ലേ. This is equal to 2x by 1 minus tan square y എന്താണ് that is x square അല്ലേ. tan square y എന്ന് പറയുന്നത് എന്താണ് that is tan y whole square. അപ്പോൾ tan y എന്താണ് x ആണ്. x സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയത് tan 2y is equal to 2x by 1 minus x square. ഇനി എന്ത് ചെയ്യുക ടാനിനെ ഇങ്ങോട്ട് കൊടുക്കുക കിട്ടും 2y is equal to tan ഇൻവേഴ്സ് 2x by 1 minus x square. അപ്പോൾ y എന്താണ് y എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഈ yയുടെ ഭാഗത്ത് tan ഇൻവേഴ്സ് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 2 tan ഇൻവേഴ്സ് x ഈക്വൽസ് tan ഇൻവേഴ്സ് 2x by 1 minus x square. ഇതാണ് പ്രൂഫ്. ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ +1 പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ ആവശ്യം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ഇപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.